അതെ, സൽക്കാരങ്ങളിലൊന്ന് സ്റ്റാർ ആവണമെന്നുണ്ടോ എന്നതുപോലൊന്നും ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല അടിപൊളി ഡിസേർട്ടാണ്, ഒരു രക്ഷയില്ല. അല്ല പോട്ടെ, ഇനിയിപ്പോൾ സൽക്കാരം വേണ്ട, നമുക്ക് എപ്പോഴാണ് ഒരു മധുരം കഴിക്കാൻ പൂതിയാകുന്നത് അല്ലെങ്കിൽ ഒരു പായസം കുടിക്കാൻ പൂതിയാകുന്നത്, ആ ഒരു ടൈമിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കിട്ടോ. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അങ്ങനെ ഒരു ഡിസേർട്ടാടോ, വെറുതെ പറയല്ല. അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിസ്ത, ബദാം ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നെയ്യിലോട്ട് തന്നെ ആ ചട്ടിയിലേക്ക് തന്നെ വെറുമസല്ലി ഇട്ടിട്ട്, ഇത് റോസ്റ്റഡ് വെറുമസല്ലി കേട്ടോ, അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം ഇതെല്ലാം കൂടെ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പാലും പഞ്ചസാരയും ഈ നട്ട്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്, പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. നെയ്യിൽ വെറുമസല്ലി നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതേ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇതുപോലെ ഇങ്ങനെ കുറുക്കി കുറുക്കി കൊണ്ടുവരണം കേട്ടോ. നന്നായിട്ട് കുറുക്കി കൊണ്ടുവരണം. ഇനി നമ്മൾ പേസ്റ്റ് ആക്കി അരച്ച് വെച്ച ഈ ഒരു നട്ട്സിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ അടി പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ കുറുക്കി എടുക്കുമ്പോഴേ. അപ്പോൾ ഒരു ലോ ടു മീഡിയം ആ ഒരു ലെവൽ വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായി. ഈത്തപ്പഴും നട്ട്സൊക്കെ നമ്മൾ അരച്ചെടുത്തല്ലോ, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതാണ് ഈ ഒരു റെസിപ്പിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ട് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ നേരത്തെ നെയ്യെന്ന് കോരി മാറ്റി വെച്ച നട്ട്സ് ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുണ്ടല്ലോ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ എന്താണെന്ന് അറിയാം, നമ്മൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെയും നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കൊതിയാവും ഉണ്ടാക്കാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റാണ്, തള്ളി പറയുന്നതല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കേട്ടോ. നെയ്യിന് പകരം വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്, നെയ്യ് തന്നെ എടുക്കണം. അതുപോലെ നട്ട്സ് കുറച്ച് കൂടുതലായിട്ട് എടുക്കണം. അതൊക്കെ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കല്ലേ, അപ്പോൾ വേഗം തന്നെ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ഒക്കെ ശരി, എന്നാ ടാറ്റാ, ബൈ ബൈ.